അതെ എന്റെ നാടോടി തോട്ടങ്ങി മനുഷ്യന്റെ ലേലപ്പിൽ ഒരു നേരം വന്നിട്ടില്ലാന്നേ. കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട്. എടി ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണടി. ഏതോ മനുഷ്യനെ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പത്തേക്ക് വന്നത്. ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിലേക്കുള്ള. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാൽ നിങ്ങളെ കയ്യില് വാച്ച് ഒരുക്കുവോ? അത് ശരി. അപ്പൊ എന്താ റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ, മരിക്കാൻ പോണേന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ജനിക്കാൻ എന്ത് മല മറിക്കണ പണിയാട്ടി എനിക്കിവിടെ. ഇതിൽ നല്ലത് മല മറിക്കണ. ഞാൻ ഈ കുടുംബത്തിൽ ചെയ്യുന്ന പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ. നീ ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി. ഞാൻ ചെയ്യണ പണിയൊക്കെ എനിക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ പണി? വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തേരാ പോലെ നടക്കണതാ. പിന്നെ ഇന്റെ കട എനിക്കിരിക്കോടി. ഒരു കട ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും 2 നാരങ്ങ പിഴിയണം. ഇതപ്പോ എത്ര വലിയ പണി? ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയാം. നീ ഇന്റെ നാരങ്ങം കൂടെ പിഴിയാണോ? ഇന്നെ പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയല്ലോ. എടി ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെ തുള്ളിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ, പെണ്ണെന്നും പെണ്ണ. എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയുന്ന കേൾക്കാലോ. പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണാന്ന്. പെണ്ണെന്നും പെണ്ണെന്നെ. എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 എണ്ണത്തിന്റെ കുറവുള്ളൂ. ഒന്ന് താടിയുടെ, ഒന്ന് മീശയുടെ. പേടിപ്പിച്ചു. എടി ഹമുക്കെ, ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാ. അതിൽ ഒരെണ്ണം പഞ്ചറായ മതി, പിന്നെ വണ്ടി ഓടില്ല. ഒരു സ്റ്റെപ്പിന് എപ്പോഴും നല്ലതാണ്. ചെറിയ വായന് വലിയ വർത്താനം പറയണം. അവൾ അതും പറയും, അതിലപ്പുറവും പറയും. ഇങ്ങനല്ലേ പോള്. അപ്പൊ നിങ്ങളെ എന്റെ ഉമ്മ കടന്ന് പൊളിച്ചോടുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും. അന്നെന്തിനാണ് ഇതിന്റെ ഇടയിലേക്ക് കെട്ടിയത്? ഞാൻ എത്ര നാളെ പാപ്പാനോട് മൊബൈൽ മേടിച്ചു തരാൻ പറയുന്നു. കുളി പഠിക്കണ എനിക്കെന്തിനാണ് മൊബൈല്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പുറത്തെ വീട്ടില് ചുമന്ന കാറുള്ള ഒരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇനി മൊബൈല് കൂടി മേടിച്ചു കൊടുത്താ ഓഫറിന്റെ കളിയായിരിക്കും. എന്താ ഓഫർ? ഓന്റെ കൂടെ ഒളിച്ചോടുന്നു. അത് ശരി, അന്ന് കുഴപ്പമില്ല. ഒളിച്ചോടുച്ചെങ്കിൽ ഞാൻ ഓൾക്കൊരു മൊബൈല് മേടിച്ചു കൊടുക്കാം. എന്ത് ഭ്രാന്ത മനുഷ്യങ്ങൾ പറയണേ? ഈ ഒരു മൊബൈലിന് 999 ഉറുപ്പിയുടെ ചെലവല്ലോ. ഇല്ലെങ്കിൽ 916 സ്വർണ്ണം കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ എത്ര മുടക്കണം. അപ്പൊ മൊബൈലല്ലേ ലാഭം? കേട്ടവളെ ഒന്ന് കുഴിച്ചുകൂടും ഞാൻ. അവളുടെ അതിനെങ്ങനെ ഉമ്മ വേദിയാണ് മോള് മതിൽ ചാടൂലോ. എന്റെ അല്ലേ മോള്. എന്നാണ് എന്റെ വിശ്വാസം. അത് അന്ധവിശ്വാസം ആവാം. പണ്ട് വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങളൊക്കെ ചാരിതാർത്ഥ്യത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ചാരിത്രത്തെ അതിനെയാണ് സംശയിച്ചിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യരല്ല, മൃഗാണ്, മൃഗം. ഞാനൊരു പുരുഷനാണ്. എന്റെ പുരുത്രശത്വം
ഞാൻ നിതീഷ് കുമാർ 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു, അത്ര പിത്തല തവളാച്ചി, ചുക്കുമരിക്കണ ചൂലാപ്പി, മറിയം വന്ന് വിളക്കൂതി. എന്താ ഈ പറയണത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു ഖാദർ പാത്തുമ ദമ്പതികൾ, ഒപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്ഷനും. ഖാദിർക്കയിൽ നിന്നും തുടങ്ങാം. പറയൂ ഖാദിർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസളകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് ഈ സ്ത്രീകളുടെ മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഒരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. പോയി ഖാദിർക്ക് അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, അതെ, ഈ മറുപടി പറയിപ്പിക്കുച്ചിക്ക് മാത്രം ചോദിച്ചാൽ മതി. തീർച്ചയായും വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണ് ഖാദിർക്ക്. എന്താ എന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണിച്ചോര ചണ്ട് പറഞ്ഞത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഠിച്ചതിനെ സ്നേഹിക്കുന്നത്, അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇത്താക്ക് വേണ്ടി താജ്മഹൽ പണിയോന്നാ? അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഈ പഹിച്ചൊന്ന് മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര, എന്തു പറയുന്നു? ചെരുപ്പ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രം ഒഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസള? എന്തായാലും ഇത്ര കൾച്ചറില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംക്ക് പറയുന്നത്? മാംസലെ, സിനിമയില് നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഷൂട്ടിംഗ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക വീസുകളുടെ വിചാരം പ്രേമിച്ച് നടന്ന 10ന്റെ പൈസ കിട്ടും. ആ പദവിയുടെ അർത്ഥതകൾക്ക് അതല്ലെങ്കിൽ എന്താന്ന് മനസ്സിലാക്കണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താണെങ്കിൽ ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. ഇതൊന്നുമില്ല, അതുപോലെ തനിക്ക് ഭ്രാന്തെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലേശത്തും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോന്ന് പരാജയം? മൂക്കറ്റം വെള്ളമടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്ക് മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പുരുഷന്മാരെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ, എത്രയെത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആനപ്പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടെ ഒരു തുരുമ്പ് പിടിച്ച സ്റ്റൗവുമായി വന്നിരിക്കുന്നു. ഇവളുടെ പഴയ